V4 സിവിലിൻ്റെ PCB സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് എക്സാമിനെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഏതാണത്? എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ്. അപ്പോൾ എന്താണ് എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് എന്ന് പറയുന്നത്? Environmental impact assessment is a tool that improves decision making and ensures that the project under consideration is an acceptable option. അപ്പം നമ്മൾ ഏതൊരു പ്രോജക്റ്റ് പ്രപ്പോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഏതെങ്കിലും ഒരു സിംഗിൾ പേഴ്സൺ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ടീം ആയിരിക്കും. അവർ പുതിയതായിട്ട് ഒരു പ്രോജക്റ്റ് പ്രപ്പോസ് ചെയ്യുമ്പം ആ പ്രോജക്റ്റ് മൂലം നമ്മുടെ എൻവയോൺമെൻറ്റിന് എന്തെങ്കിലും ഹാംഫുൾ അല്ലെങ്കിൽ ഹസാർഡസ് ആയിട്ടുള്ള ഇമ്പാക്ട്സ് വരുമോ എന്ന് നോക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ അനലൈസ് ചെയ്ത് നോക്കുന്ന ആ ഒരു സ്റ്റഡിയെയാണ് എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രോജക്റ്റ് എന്ത് വേണമെങ്കിലും ആകാം. ഒന്നുകിൽ ഇപ്പം പുതിയ ഏതെങ്കിലും ഒരു എയർപോർട്ട് വരുന്നതാകാം, അല്ലെങ്കിൽ പുതിയ ഒരു റെയിൽവേ ട്രാക്ക് വരുന്നത്, ഏതെങ്കിലും ഒരു കെമിക്കൽ പ്ലാന്റ്, തെർമൽ പവർ പ്ലാന്റ്സ്, ഫാക്ടറീസ്, അങ്ങനെ അല്ലെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും ഡാം വരുന്നത്, ഏതെങ്കിലും റിവർ വാലി പ്രോജക്ട്സ്, അങ്ങനെ ഏതൊരു പ്രോജക്റ്റ് വരുവാണെന്നുണ്ടെങ്കിലും അത് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് എൻവയോൺമെൻറ്റിന് അല്ലെങ്കിൽ അതിന് ചുറ്റുപാടും ഉള്ള ആൾക്കാർക്ക് എന്തെങ്കിലും ഇമ്പാക്ട്സ് വരുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കുന്ന ആ സ്റ്റഡിയെയാണ് എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് വരുന്ന പ്രോജക്റ്റാണ് സിൽവർ ലൈൻ പ്രോജക്റ്റ്. അപ്പം ആ സിൽവർ ലൈൻ പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഒരുപാട് സ്ഥലങ്ങൾ എടുക്കുന്നുണ്ട്. അപ്പോൾ ആ സ്ഥലങ്ങൾ എടുക്കുന്നത് മൂലം നമ്മുടെ പരിസ്ഥിതിക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ വരുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഏരിയയിൽ ലീവ് ചെയ്യുന്ന ഹ്യൂമൻ ബീങ്സിനെ അതെങ്ങനെ ബാധിക്കും, അങ്ങനെയുള്ള ഒരുപാട് സ്റ്റഡീസ് ഈ ആവശ്യമാണ്. അപ്പോൾ ആ ഒരു സ്റ്റഡിയെയാണ് നമ്മൾ എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് എന്ന് പറയുന്നത്. Environmental impact assessment thus proves to be a tool which improves decision making and ensures that the project under construction is environmentally sound and within limits of the capacity of assimilation and regeneration capacities of the ecosystem. അപ്പം ഈ എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് ആ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ആ ഒരു ടൂൾ എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട്. അതായത് പ്രോജക്റ്റ് കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് എൻവയോൺമെൻ്റലി സൗണ്ട് ആണ്, അല്ലെങ്കിൽ നമ്മുടെ എക്കോസിസ്റ്റത്തിൻ്റെ റീജനറേഷൻ കപ്പാസിറ്റീസിനെ അത് ബാധിക്കുന്നില്ല എന്നൊക്കെ ഉള്ള ഒരു സ്റ്റഡിയെ അല്ലെങ്കിൽ ആ ഒരു ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിനെയാണ് നമ്മൾ എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് എന്ന് പറയുന്നത്. Environmental clearance of developmental projects is mandatory for the new project. ഏതൊരു ന്യൂ പ്രോജക്റ്റ് വരുവാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ന്യൂ ഡെവലപ്മെൻറ്റൽ പ്രോജക്ട്സ് വരുവാണെന്നുണ്ടെങ്കിൽ ആ പ്രോജക്റ്റിന് എൻവയോൺമെൻറ്റൽ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുക എന്നുള്ളത് മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇതിൽ നമ്മൾ കാണിക്കുന്നത് ഒരു പ്രോജക്റ്റ് എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് നടത്താതെയും എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് നടത്തിയും ഉള്ള കമ്പാരിസൺ ആണ്. അപ്പോൾ ഫസ്റ്റ് ഫിഗറിനകത്ത് നമ്മൾ എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് ചെയ്യുന്നില്ല, പ്രോജക്റ്റ് ഇനിഷ്യേഷൻ ചെയ്യുന്നു. അതിനുശേഷം ഇതാണ് നമ്മുടെ എൻവയോൺമെൻറ്റിൻ്റെ പ്രസൻറ്റ് സ്റ്റാറ്റസ്. അത് വിത്തൗട്ട് ദ പ്രോജക്റ്റ് നമ്മുടെ എൻവയോൺമെൻറ്റിൻ്റെ പ്രസൻറ്റ് സ്റ്റാറ്റസ് എന്താണെന്നാണ്. ഇനി ആ പ്രോജക്റ്റ് വന്നു കഴിയുമ്പോഴത്തേനും നമ്മുടെ എൻവയോൺമെൻറ്റിനെ ബാധിക്കുന്ന അഡ്വേഴ്സ് ഇമ്പാക്ട്സ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. നമ്മൾ അസസ്മെൻ്റ് ഒന്നും നടത്തുന്നില്ല, EIA സ്റ്റഡി ഒന്നും നടത്താതെ ആ പ്രോജക്റ്റ് ഇനിഷ്യേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ എൻവയോൺമെൻറ്റിൽ വരുന്ന ആ അഡ്വേഴ്സ് ഇമ്പാക്റ്റ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് സ്റ്റഡി നടത്തുവാണെന്നുണ്ടെങ്കിൽ ഇത്രയും ഇമ്പാക്റ്റ് ആണ് വരുന്നത്. അതായത് നമുക്ക് ആ എൻവയോൺമെൻറ്റിൽ വരുന്ന ഇമ്പാക്റ്റിനെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ പ്രോപ്പർ ആയിട്ടുള്ള എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് ചെയ്യുന്നത് വഴി നമുക്ക് ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ പറ്റും. പ്രോജക്റ്റ് ഡൺ വിത്തൗട്ട് എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് ഇത്രയും ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ആ പ്രോപ്പർ സ്റ്റഡി ചെയ്ത് മാനേജ്മെൻറ്റ് മിറ്റിഗേഷൻ പ്രോസസ് ഒക്കെ ക്യാരി ഔട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രോജക്റ്റ് എൻവയോൺമെൻറ്റിന് ഇത്രയും ഇമ്പാക്റ്റ് മാത്രമേ സൃഷ്ടിക്കുന്നുള്ളൂ എന്ന് നമുക്ക് പറയാം. ഇനി ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട്സ് ഓഫ് എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് എന്തൊക്കെയാണ്? ഫസ്റ്റ്ലി റിസ്ക് അസസ്മെൻറ്റ്, സെക്കൻഡ്ലി എൻവയോൺമെൻറ്റൽ മാനേജ്മെൻറ്റ്, ആൻഡ് തേർഡ് പോസ്റ്റ് പ്രോഡക്റ്റ് മോണിറ്ററിംഗ്. അപ്പം മെയിൻ ആയിട്ട് വരുന്ന ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട്സ് ഓഫ് എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻ്റ് ആണ്. ഇത് ഓരോന്നും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ്ലി നമുക്ക് ഈ ഒരു പ്രോജക്റ്റ് വരുന്നത് വഴി നമ്മുടെ എൻവയോൺമെൻറ്റിന് അല്ലെങ്കിൽ ഇൻഹാബിറ്റൻസിന് ഉണ്ടാകുന്ന റിസ്ക് നമുക്ക് കണ്ടുപിടിക്കാം. പിന്നെ പ്രോപ്പർ ആയിട്ട് നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും, ഓൾട്ടർനേറ്റീവ് മെത്തേഡ്സ് അല്ലെങ്കിൽ സ്റ്റെപ്സ് ടു റെഡ്യൂസ് ദ ഇമ്പാക്ട്സ് നമുക്ക് സ്വീകരിക്കാം. അറ്റ് ലാസ്റ്റ് പോസ്റ്റ് പ്രോഡക്റ്റ് മോണിറ്ററിംഗ്, നമ്മളത് പിന്നീട് നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന മെത്തേഡ്സ് അല്ലെങ്കിൽ ആ സ്റ്റെപ്സ് വഴിയാണോ ആ പ്രോജക്റ്റ് ഇംപ്ലിമെൻ്റ് ആയേക്കുന്നത് എന്നുള്ള ഒരു മോണിറ്ററിംഗ് ചെയ്തുകൊണ്ടിരിക്കുക. Environmental impact assessment provides a cost-effective method to eliminate or minimize the adverse impact of developmental projects.
അപ്പം ആ ഒരു പ്രോജക്റ്റ് വരുന്നത് വഴി ചിലപ്പോൾ അവിടെ എയർ പൊല്യൂഷൻ ഉണ്ടാകാം, അല്ലെങ്കിൽ അത് ലാൻഡിനെ ബാധിക്കും, സോയിൽ പൊല്യൂഷൻ ഉണ്ടാകാം, നോയിസ് പൊല്യൂഷൻ ഉണ്ടാകാം, അല്ലെങ്കിൽ ആ ഒരു പ്രോജക്റ്റിൻ്റെ പരിധിയിൽ താമസിക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ന്യൂലി അഡ്വേഴ്സിങ് ഡിസീസസ് ഉണ്ടാകാം, ചിലപ്പം ക്യാൻസർ പോലെയുള്ള ഏതെങ്കിലും പുതിയ തരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാകും. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന അഡ്വേഴ്സ് ഇമ്പാക്റ്റിനെ നമുക്ക് EIA യൂസ് ചെയ്ത് കോസ്റ്റ് എഫക്റ്റീവായിട്ട് എലിമിനേറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി EIA ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് 1978 വിത്ത് റെസ്പെക്ട് ടു റിവർ വാലി പ്രോജക്ട്സ്. 1978 ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ തന്നെ 1994 ആയപ്പോൾ തൊട്ടാണ് എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് നമ്മൾ പുതിയ പ്രോജക്ട്സിനെ മാൻഡേറ്ററി ആക്കിയത്. അപ്പം 1994 എൻവയോൺമെന്റൽ അല്ലെങ്കിൽ EIA ന്യൂലി ഡെവലപ്പിംഗ് പ്രോജക്ട്സിന് മാൻഡേറ്ററി ആയത് 1994 ഒരുപാട് ട്രാജഡീസ്, ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി, അങ്ങനെയുള്ള ഒരുപാട് ട്രാജഡീസ് വന്നതിന് ശേഷമാണ് ഗവൺമെന്റ് EIA സ്റ്റഡി ഇന്ത്യയിൽ മാൻഡേറ്ററി ആക്കിയത്. അപ്പം EIA സ്റ്റഡി ഇപ്പോൾ ഏകദേശം 30 കാറ്റഗറീസ് ഓഫ് പ്രോജക്ട്സിന് മാൻഡേറ്ററി ആണ്. ഈ ഓരോ പ്രോജക്ട്സിനും എൻവയോൺമെന്റൽ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ EIA റിക്വയർമെന്റ്സ് എല്ലാം ഫുൾഫിൽ ആയ പ്രോജക്ട്സിന് മാത്രമേ ഈ എൻവയോൺമെന്റൽ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നുള്ളൂ. EIA appraises the environmental, health and social implications of plant developmental projects. It thus links environment with development. അപ്പം EIA ചെയ്യുന്നത് വഴി നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള എൻവയോൺമെന്റൽ ഹെൽത്തും സോഷ്യൽ ഇംപ്ലിക്കേഷൻസ് ഓഫ് പ്ലാന്റ് ആൻഡ് ഡെവലപ്മെന്റൽ പ്രോജക്ട്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടുന്നു. ഇറ്റ് ഡസ് ലിങ്ക്സ് എൻവയോൺമെന്റ് വിത്ത് ഡെവലപ്മെന്റ്. അപ്പം എൻവയോൺമെന്റിനെ ബാധിക്കാത്ത രീതിയിൽ നമുക്ക് ആ പ്രോജക്റ്റിനെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ സാധിക്കുന്നു. ദ ഗോൾ ഓഫ് EIA ഈസ് to ensure environmentally safe and sustainable development. Sustainable development എന്ന് പറയുമ്പോൾ നമ്മൾ ഡെവലപ്മെന്റ് കൊണ്ടുവരുന്നു, പക്ഷേ നമ്മൾ ഫുള്ളി നമ്മൾ അവൈലബിൾ ആയിട്ടുള്ള ആ നാച്ചുറൽ റിസോഴ്സസിനെ യൂട്ടിലൈസ് ചെയ്യുന്നില്ല. നമ്മൾ ഫ്യൂച്ചർ ജനറേഷൻസിന് വേണ്ടിയിട്ട് കുറച്ച് കരുതി വെച്ച് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് യൂസ് ചെയ്തുള്ള ഡെവലപ്മെന്റിനെയാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള നാച്ചുറൽ റിസോഴ്സസിനെ എല്ലാം ഡിപ്ലീറ്റ് ചെയ്യുന്നില്ല. നമ്മൾ ഫ്യൂച്ചർ ജനറേഷൻസിന് കരുതി ഉള്ള ആ ഒരു ഡെവലപ്മെന്റ് പ്രോസസ്സിനെയാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ഗോൾ ഓഫ് EIA എന്ന് പറയുന്നത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആണ്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആണ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഗോൾ ഓഫ് EIA. ഇനി എൻവയോൺമെന്റൽ ക്ലിയറൻസ് എന്ന് പറയുന്നത് എന്താണ്? എൻവയോൺമെന്റൽ ക്ലിയറൻസ് ഓർ the go ahead signal is granted by the impact assessment agency in the Ministry of Environment and Forest, Government of India. അപ്പോൾ ഒരു ഗോ അഹെഡ് സിഗ്നൽ ആണ് എൻവയോൺമെന്റൽ ക്ലിയറൻസ് എന്ന് പറയുന്നത്. അത് ആരാണ് കൊടുക്കുന്നത്? മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ് ആൻഡ് ഫോറസ്റ്റ്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള ഇമ്പാക്ട് അസസ്മെന്റ് ഏജൻസിയാണ് ഒരു പ്രോജക്റ്റിന് എൻവയോൺമെന്റൽ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. All projects that require clearance from central government can be broadly categorized into the following. അപ്പോൾ സെൻട്രൽ ഗവൺമെന്റ് ഈ എൻവയോൺമെന്റൽ ക്ലിയറൻസ് കൊടുക്കുന്ന ആ പ്രോജക്ട്സിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഇൻഡസ്ട്രീസ്, മൈനിങ്, thermal power plants, river valley projects, infrastructure and coastal regulations on nuclear power projects. അപ്പം ഈ പറയുന്ന എല്ലാ ആക്ടിവിറ്റീസിനും എൻവയോൺമെന്റൽ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. ഇനി റിവർ വാലി പ്രോജക്ട്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ എൻവയോൺമെന്റൽ ക്ലിയറൻസ് കൊടുക്കുന്നത് 10 വർഷത്തിനാണ്. മൈനിങ് ആണെങ്കിൽ ഫോർ എ മാക്സിമം ഓഫ് 30 years. അതർ പ്രോജക്ട്സ് ആണെന്നുണ്ടെങ്കിൽ 5 yearsനായിട്ടാണ് നമ്മൾ എൻവയോൺമെന്റൽ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. Project Management Authority should submit half-yearly complaints reports to Regulatory Authority on 1st June and 1st December of each calendar year. അപ്പോൾ നമ്മൾ ഈ എൻവയോൺമെന്റൽ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രോജക്റ്റ് മാനേജ് ചെയ്യുന്ന അതോറിറ്റി ഹാഫ് ഇയർലി കംപ്ലയിൻസ് റിപ്പോർട്ട്സ് നമ്മുടെ ഈ റെഗുലേറ്ററി അതോറിറ്റിക്ക് കൊടുക്കണം. അപ്പം ഓരോ കലണ്ടർ ഇയറിൻ്റെയും 1st ജൂണിനും 1st ഡിസംബറിനുമായിട്ടാണ് നമ്മൾ ഈ ഹാഫ് ഇയർലി റിപ്പോർട്ട്സ് അതോറിറ്റിക്ക് കൊടുക്കുന്നത്. Prior environmental clearance issued to an applicant can be transferred to a legal person during its validity to undertake the same project on the same terms and conditions under which prior environmental clearance was initially granted. നമ്മൾ ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഒരു ടീമിന് നമ്മൾ എൻവയോൺമെന്റൽ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കൊടുത്തു. അതൊരു പെർട്ടിക്കുലർ ടൈം പീരീഡിനായിരിക്കും നമ്മൾ ആ എൻവയോൺമെന്റൽ ക്ലിയറൻസ് കൊടുക്കുന്നത്. അപ്പം അത് വാലിഡ് ആയിരിക്കുന്ന ആ ഒരു ടൈം പീരീഡിൽ ഈ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നമുക്ക് മറ്റൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. അതായത് ആ മറ്റൊരാളെന്ന് പറയുന്നത് ഈ സെയിം വർക്ക് തന്നെ അണ്ടർടേക്ക് ചെയ്യുന്ന ആളായിരിക്കണം. അപ്പോൾ നമ്മൾ ഏത് കണ്ടീഷൻസ് പ്രകാരമാണോ ആദ്യമേ ഈ എൻവയോൺമെന്റൽ ക്ലിയറൻസ് കൊടുത്തേക്കുന്നത് അതേ കണ്ടീഷൻസിൽ തന്നെ ഈ പുതിയതായിട്ട് വരുന്ന ലീഗൽ പേഴ്സണും അതേ
കണ്ടീഷൻസ് വെച്ച് തന്നെ ആ പ്രോജക്റ്റ് ക്യാരി ഔട്ട് ചെയ്യണം. അപ്പം അങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ട്. അപ്പം ഈ ഒരു സെയിം പീരീഡിൽ തന്നെയാണ് നമ്മൾ ഈ ട്രാൻസ്ഫർ നടത്തുന്നതെന്നുണ്ടെങ്കിൽ പിന്നീട് അവർ എൻവയോൺമെന്റൽ ക്ലിയറൻസിന് അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. അവർ പിന്നീട് റെഗുലേറ്ററി അതോറിറ്റീനെ ഒന്നും കോൺടാക്ട് ചെയ്യേണ്ട കാര്യമില്ല. ആ ഒരു വാലിഡിറ്റി പീരീഡിൽ തന്നെയാണ് ഈ ട്രാൻസ്ഫർ നടക്കുന്നതെന്നുണ്ടെങ്കിലുള്ള കേസാണിത്. ഇനി ഒരു ആപ്ലിക്കൻറ്റ് എൻവയോൺമെന്റൽ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റിന് വേണ്ടി അപ്ലൈ ചെയ്യുമ്പം അവർ 2 ഫോംസ് കൂടി അഡീഷണലി കൊടുക്കണം. അതൊന്നാണ് ഫോം 1, പിന്നെ ഒന്ന് ഫോം 1A എന്നുള്ള ഈ 2 ഫോംസ് കൂടി ഈ ആപ്ലിക്കൻറ്റ് റെഗുലേറ്ററി അതോറിറ്റിക്ക് മുന്നാകെ സമർപ്പിക്കണം. അപ്പോൾ അതിൽ വരുന്ന ഡീറ്റെയിൽസ് ആണ് നമ്മൾ താഴെ പറയുന്നത്. ഫസ്റ്റ്ലി ആ ബേസിക് ഇൻഫർമേഷൻ ആണ്. ബേസിക് ഇൻഫർമേഷനകത്ത് അവർ പറയും ആ നെയിം ഓഫ് ദ പ്രോജക്റ്റ് കാണും, പിന്നെ സൈസ് ഓഫ് ദ പ്രോജക്റ്റ് കാണും, ലൊക്കേഷൻ ഓഫ് ദ പ്രോജക്റ്റ് കാണും. അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം ആണ് ബേസിക് ഇൻഫർമേഷനകത്ത് കൊടുക്കുന്നത്. സെക്കൻഡ്ലി വരുന്നത് ആ ഒരു പ്രോജക്റ്റിന്റെ ആക്ടിവിറ്റീസിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ആണ്. അതായത് അവർ എങ്ങനെയൊക്കെയാണ് ആ പ്രോജക്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നത്, ആ ഒരു പ്രോജക്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ അവിടുത്തെ നാച്ചുറൽ റിസോഴ്സസ് അല്ലെങ്കിൽ ഇൻഹാബിറ്റൻസിനെയൊക്കെ എങ്ങനെ അഫക്റ്റ് ചെയ്യും എന്നുള്ള ഡീറ്റെയിൽസ് ആണ് ആക്ടിവിറ്റി കോളത്തിന് താഴെ കൊടുക്കുന്നത്. ഫസ്റ്റ്ലി construction, operation or decommissioning of the project involving actions which will cause physical changes in the locality. അതായത് ടോപ്പോഗ്രഫി, ലാൻഡ് യൂസ്, ചേഞ്ചസ് ഇൻ വാട്ടർ ബോഡീസ് എക്സെട്ര. അപ്പോൾ ആ ഒരു പ്രോജക്റ്റിന്റെ കൺസ്ട്രക്ഷൻ ടൈമിലോ അല്ലെങ്കിൽ ഓപ്പറേഷൻ ടൈമിലോ അല്ലെങ്കിൽ അത് ഡീകമ്മീഷൻ ചെയ്യുന്ന ടൈമിലോ എന്തൊക്കെ ഫിസിക്കൽ ചേഞ്ചസ് ആ ഒരു ലൊക്കാലിറ്റിയിൽ കൊണ്ടുവരുന്നു, അതിന്റെ ടോപ്പോഗ്രഫി, ലാൻഡ് യൂസ് പാറ്റേണിൽ അല്ലെങ്കിൽ വാട്ടർ ബോഡീസിലൊക്കെ എന്തൊക്കെ ചേഞ്ചസ് ആ ഒരു പ്രോജക്റ്റിന്റെ കൺസ്ട്രക്ഷൻ ടൈമിലും ഓപ്പറേഷൻ ടൈമിലും വരുത്തുന്നു എന്നുള്ള ഡീറ്റെയിൽസ് കൊടുക്കുക. പിന്നെ യൂസ് ഓഫ് നാച്ചുറൽ റിസോഴ്സസ് ഫോർ കൺസ്ട്രക്ഷൻ ഓർ ഓപ്പറേഷൻ ഓഫ് ദ പ്രോജക്റ്റ്. അപ്പം നമ്മൾ ആ പ്രോജക്റ്റ് കൺസ്ട്രക്ട് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അതിൻ്റെ ഓപ്പറേഷൻ ടൈം പീരീഡിലോ അവിടെയുള്ള ഏതൊക്കെ നാച്ചുറൽ റിസോഴ്സസ് എങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തണം. സച്ച് ആസ് ലാൻഡ്, വാട്ടർ, മെറ്റീരിയൽസ് ഓർ എനർജി, എസ്പെഷ്യലി എനി റിസോഴ്സസ് വിച്ച് ആർ നോൺ റീന്യൂവബിൾ ഓർ ഇൻ ഷോർട്ട് സപ്ലൈ. അടുത്തതായിട്ട് കൊടുക്കുന്ന വിവരണം യൂസ്, storage, transport, handling or production of substances or materials which could be harmful to human health or the environment or raise concerns about actual or perceived risk to human health. അപ്പം അവിടെയുള്ള ഏതെങ്കിലും മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നത് വഴി അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റോറേജ് വഴി അല്ലെങ്കിൽ ആ മെറ്റീരിയൽസ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് വഴി, ആ മെറ്റീരിയൽസ് യൂസ് ചെയ്ത് നമ്മൾ ഏതെങ്കിലും സബ്സ്റ്റൻസസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് വഴി അതൊക്കെ വഴി നമ്മുടെ ചുറ്റുപാടുമുള്ള ഹ്യൂമൻ ഹെൽത്തിന് ഹാംഫുൾ ആകുന്നുണ്ടോ അല്ലെങ്കിൽ സറൗണ്ടിങ് എൻവയോൺമെൻറ്റിന് അത് ഹാംഫുൾ ആകുന്നുണ്ടോ എന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് കൊടുക്കുക. പിന്നെ കൺസ്ട്രക്ഷൻ ടൈമിലോ അല്ലെങ്കിൽ ഓപ്പറേഷൻ ടൈമിലോ എങ്ങനെയൊക്കെ സോളിഡ് വേസ്റ്റ് അവിടെ പ്രൊഡ്യൂസ് ആകുന്നു എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുക. എത്ര ക്വാണ്ടിറ്റി സോളിഡ് വേസ്റ്റ് ജനറേറ്റ് ആകുന്നു എന്നുള്ള ഡീറ്റെയിൽസ് കൊടുക്കുക. പിന്നെ റിലീസ് ഓഫ് പൊല്യൂട്ടൻസ് ഓർ എനി ഹസാർഡസ്, ടോക്സിക് ഓർ നോക്സിയസ് സബ്സ്റ്റൻസസ് ടു എയർ. അപ്പം ഏതെങ്കിലും പോയിസണസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹസാർഡസ്, ടോക്സിക് ആയിട്ടുള്ള പൊല്യൂട്ടൻസ് ഈ ഓപ്പറേഷൻ ടൈമിൽ അത് റിലീസ് ചെയ്യുന്നുണ്ടോ എന്നുള്ള വിവരണങ്ങൾ കൊടുക്കുക. ജനറേഷൻ ഓഫ് നോയ്സ് ആൻഡ് വൈബ്രേഷൻ ആൻഡ് എമിഷൻസ് ഓഫ് ലൈറ്റ് ആൻഡ് ഹീറ്റ്. നോയ്സ് ക്രിയേറ്റ് ആകുന്നുണ്ടോ, വൈബ്രേഷൻസ് ക്രിയേറ്റ് ആകുന്നുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ലൈറ്റ് എമിഷൻസ് ആ പ്രോജക്റ്റ് വഴി ക്രിയേറ്റ് ആവുന്നുണ്ടോ എന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് കൊടുക്കുക. റിസ്ക് ഓഫ് കണ്ടാമിനേഷൻ ഓഫ് ലാൻഡ് ഓർ വാട്ടർ ഫ്രം റിലീസസ് ഓഫ് പൊല്യൂട്ടൻസ് ഇൻ ടു ദ ഗ്രൗണ്ട് ഓർ ഇൻ ടു ദ സിവേഴ്സ്, സർഫസ് വാട്ടേഴ്സ്, ഗ്രൗണ്ട് വാട്ടർ, കോസ്റ്റൽ വാട്ടേഴ്സ് ഓർ ദ സീ. അപ്പോൾ അവിടെയുള്ള ലാൻഡോ വാട്ടറോ കണ്ടാമിനേറ്റ് ആകുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുക. എന്തെങ്കിലും രീതിയിലുള്ള ആക്സിഡൻസ് വരാനുള്ള ചാൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ആ പ്രോജക്റ്റ് കൺസ്ട്രക്ട് ചെയ്യുന്ന ടൈമിലോ അല്ലെങ്കിൽ അതിൻ്റെ ഓപ്പറേഷൻ ടൈം പീരീഡിലോ ഏതെങ്കിലും ആക്സിഡൻസ് വരാനുള്ള ചാൻസ്, ഇപ്പോൾ ഏതെങ്കിലും കെമിക്കൽ പ്ലാന്റ്സ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലീക്കേജ് വല്ലതും വരുവാണെന്നുണ്ടെങ്കിൽ ആ ഒരു സബ്സ്റ്റൻസ് കാരണം അടുത്തുള്ള ഹ്യൂമൻ ഹെൽത്തിനെയോ എൻവയോൺമെൻറ്റിനെയോ എങ്ങനെയൊക്കെ ബാധിക്കാൻ ചാൻസ് ഉണ്ട് എന്നുള്ള ഡീറ്റെയിൽസ് കൊടുക്കുക. Factors which should be considered which could lead to environmental effects or the potential for cumulative impacts with other existing or planned activities in the locality. അപ്പോൾ എൻവയോൺമെൻറ്റിനെ ബാധിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഫാക്ടേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റിയൊക്കെ ഉള്ള ഡീറ്റെയിൽസ് കൊടുക്കണം. മൂന്നാമതായിട്ട് ഈ ഫോം 1 വരുന്നത് എൻവയോൺമെൻറ്റൽ സെൻസിറ്റിവിറ്റി ഡീറ്റെയിൽസ്. ലാസ്റ്റ് പ്രപ്പോസ്ഡ് ടേംസ് ഓഫ് റെഫറൻസ് ഫോർ എൻവയോൺമെൻറ്റൽ അസസ്മെൻറ്റ് സ്റ്റഡീസ്. അപ്പോൾ എൻവയോൺമെൻറ്റൽ ഇമ്പാക്ട് സ്റ്റഡീസിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ടേംസ് ഓഫ് റെഫറൻസ് നമ്മൾ തന്നെ സജസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതുമൊക്കെ അതിൻ്റെ ഫോം 1 ഉൾപ്പെടുത്തണം. ഇനി ഫോം 1A ആണെന്നുണ്ടെങ്കിൽ കൺസ്ട്രക്ഷൻ പ്രോജക്ട്സിനാണെന്നുണ്ടെങ്കിലാണ് നമ്മൾ ഫോം 1A കൂടി സബ്മിറ്റ് ചെയ്യുന്നത്. ഫോം 1A നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നത് കൺസ്ട്രക്ഷൻ പ്രോജക്ട്സിൻ്റെ എൻവയോൺമെൻറ്റൽ ക്ലിയറൻസിന് അപ്ലൈ ചെയ്യുന്ന ടൈമിലാണ്.
ഇനി എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ്, എന്തൊക്കെയാണ് നമ്മൾ ഈ എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റിൽ സ്റ്റഡി ചെയ്യുന്നത്? In order to carry out an environmental impact assessment, the following are essential. Firstly, ആ പ്രോജക്റ്റ് ഡെവലപ്പ് ചെയ്യുന്ന ആ സ്ഥലത്തെ എൻവയോൺമെന്റൽ സ്റ്റാറ്റസ് നമ്മൾ അസസ് ചെയ്യണം. അവിടെയുള്ള വേരിയസ് ഫാക്ടേഴ്സ് ഓഫ് എക്കോസിസ്റ്റം നമ്മൾ സ്റ്റഡി ചെയ്യണം. എയർ, വാട്ടർ, ലാൻഡ്, ബയോളജിക്കൽ, അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ സ്റ്റഡി ചെയ്യണം. അനാലിസിസ് ഓഫ് അഡ്വേഴ്സ് എൻവയോൺമെന്റൽ ഇമ്പാക്ട്സ് ഓഫ് ദ പ്രപ്പോസ്ഡ് പ്രോജക്റ്റ് ടു ബി സ്റ്റാർട്ടഡ്. അപ്പം നമ്മൾ ആ ഒരു പ്രോജക്റ്റ് അവിടെ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പം അവിടെ വരുന്ന അഡ്വേഴ്സ് എൻവയോൺമെന്റൽ ഇമ്പാക്ട്സിനെ പറ്റിയുള്ള അനാലിസിസ് നമ്മൾ ചെയ്തിരിക്കണം. അത് നൈബർഹുഡിലുള്ള പീപ്പിളിൽ ഏത് രീതിയിലൊക്കെ ഇമ്പാക്ട് ഉണ്ടാക്കുന്നു എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. Environmental components of EIA. EIA process looks into the following components of the environment. അപ്പം നമ്മൾ ഈ സ്റ്റഡി ചെയ്യുമ്പോൾ നമ്മുടെ എൻവയോൺമെന്റിൽ ഓരോന്നിനെയും അത് എങ്ങനെ ബാധിക്കുന്നു എന്നൊക്കെ ഉള്ളതുണ്ട്. അതായത് എയർ, നോയ്സ്, വാട്ടർ, ബയോളജിക്കൽ എൻവയോൺമെന്റ് ഇതിനെയൊക്കെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതിൽ ഒരു സ്റ്റഡി നമ്മൾ ചെയ്തിരിക്കണം. അപ്പോൾ എയർ എൻവയോൺമെന്റ് സ്റ്റഡി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെയുള്ള ആ എൻവയോൺമെന്റിൽ അല്ലെങ്കിൽ അവിടെയുള്ള സറൗണ്ടിങ് എയറിന്റെ ക്വാളിറ്റി എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം. അവിടുത്തെ വിൻഡിന്റെ സ്പീഡ്, ഡയറക്ഷൻ, ഹ്യൂമിഡിറ്റി ഒക്കെ നമ്മൾ കൺസിഡർ ചെയ്യണം. നമ്മുടെ പ്രോജക്റ്റ് എത്ര ക്വാണ്ടിറ്റി എമിഷൻസ് അവിടെ ഉണ്ടാക്കുന്നു എന്നുള്ളത് നമ്മൾ സ്റ്റഡി ചെയ്യണം. ഇമ്പാക്റ്റ് ഓഫ് ദ എമിഷൻ നമ്മൾ സ്റ്റഡി ചെയ്യണം. പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള മെത്തേഡ്സ് ഒക്കെ നമ്മൾ സ്റ്റഡി ചെയ്തിരിക്കണം. ഇനി നോയ്സ് ആണെന്നുണ്ടെങ്കിൽ അറ്റ് പ്രസന്റ് അവിടെ ജനറേറ്റ് ആകുന്ന നോയ്സ് ലെവൽസ് നമ്മൾ കണ്ടുപിടിക്കുക. അതിനുശേഷം നമ്മുടെ പ്രോജക്റ്റ് വരുമ്പം അതിൽ എത്രത്തോളം ലെവൽസ് ഇൻക്രീസ് ആകാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കുക. ഇനി ഇൻക്രീസ് ആകുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സ്ട്രാറ്റജീസ് ഫോർ റെഡ്യൂസിങ് ദാറ്റ് നോയ്സ് പൊല്യൂഷൻ ഓൾസോ നമ്മൾ സജസ്റ്റ് ചെയ്യുക. ഇനി അടുത്തത് വാട്ടർ എൻവയോൺമെന്റ് ആണ്. അപ്പം നമ്മൾ അവിടെ ഇപ്പോൾ ഉള്ള എക്സിസ്റ്റിംഗ് ഗ്രൗണ്ട് ആൻഡ് സർഫസ് വാട്ടർ റിസോഴ്സസ് അതിൻ്റെ ക്വാളിറ്റി, ക്വാണ്ടിറ്റി ഒക്കെ നമ്മൾ കണ്ടുപിടിക്കുക. നമ്മുടെ പ്രോജക്റ്റ് വരുമ്പം ആ വാട്ടർ റിസോഴ്സസിന് എന്തെങ്കിലും ഇമ്പാക്റ്റ് വരുന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റിയും നമ്മൾ നോക്കുക. ബയോളജിക്കൽ എൻവയോൺമെന്റ്, ഫ്ലോറ ആൻഡ് ഫോണ ഇൻ ഇമ്പാക്ട്സ് ഓൺ. ഫ്ലോറ മീൻസ് പ്ലാന്റ്സും ഫോണ ആനിമൽസും. അപ്പോൾ അവരെയൊക്കെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളത് നമ്മൾ നോക്കുക. നമ്മുടെ പ്രോജക്റ്റ് വരുന്നത് വഴി ഒരുപാട് ചിലപ്പോൾ എഫ്ലുവൻസോ എമിഷൻസോ ഒക്കെ ഉണ്ടാകും. അതൊക്കെ നമ്മളെ ചുറ്റുപാടുമുള്ള ബയോളജിക്കൽ എൻവയോൺമെന്റിനെ ബാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കുക. ലാൻഡ് എൻവയോൺമെന്റ്, അതായത് സോയിലിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അവിടെയുള്ള ലാൻഡ് യൂസ്, ഡ്രെയിനേജ് പാറ്റേൺ നമ്മുടെ പ്രോജക്റ്റ് വരുമ്പോൾ അതിനെയൊക്കെ എങ്ങനെ ബാധിക്കുന്നു എന്ന് നോക്കുക. അവിടെ ഏതെങ്കിലും ഹിസ്റ്റോറിക്കൽ മോണ്യുമെന്റ്സോ ഹെറിറ്റേജ് സൈറ്റോ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് വരുന്ന ഇമ്പാക്റ്റും നമ്മൾ നോക്കണം. The assessment of expected economic benefits arising out of the project have to be compared to all the above mentioned factors. അപ്പം നമ്മൾ ഈ ലാൻഡ്, എയർ, നോയ്സ്, വാട്ടർ ഇതിനെയൊക്കെ നമ്മുടെ പ്രോജക്റ്റ് വരുന്നത് വഴി ബാധിക്കുന്നുണ്ടെങ്കിലും ഈ ഒരു പ്രോജക്റ്റ് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ എക്കണോമിക് ബെനിഫിറ്റ്സ് ഉണ്ടാകുന്നു എന്നുള്ളത് കൂടി കമ്പയർ ചെയ്തതിന് ശേഷമായിരിക്കണം നമ്മൾ ഒരു ഡിസിഷനിലോട്ട് എത്തേണ്ടത്. Thus we can say that environmental concerns have to be made a part of the decision to set up a project. EIA പ്രോസസ് എങ്ങനെയാണ് ക്യാരി ഔട്ട് ചെയ്യുന്നത്? ഫസ്റ്റ്ലി, കളക്ഷൻ ഓഫ് ബേസ് ലൈൻ ഡാറ്റ ഫ്രം പ്രൈമറി ആൻഡ് സെക്കൻഡറി സോഴ്സസ്. ബേസ് ലൈൻ ഡാറ്റ എന്ന് പറയുമ്പോൾ അറ്റ് പ്രസന്റ് അവിടെയുള്ള എൻവയോൺമെന്റൽ കണ്ടീഷൻസ് ഓരോ ഫാക്ടേഴ്സും നമ്മൾ കൺസിഡർ ചെയ്യണം. എയർ, വാട്ടർ, ലാൻഡ് അങ്ങനെ ഓരോന്നിൻ്റെയും എൻവയോൺമെന്റൽ കണ്ടീഷൻസ് നമ്മൾ ഫസ്റ്റ്ലി കളക്ട് ചെയ്യണം. പിന്നെ നമ്മൾ പാസ്റ്റ് എക്സ്പീരിയൻസ് വെച്ച് മാത്തമാറ്റിക്കൽ മോഡലിംഗ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്തൊക്കെ ഇമ്പാക്റ്റ് അവിടെ വരാം എന്നുള്ളത് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നു. അതിനുശേഷം evaluation of impacts versus evaluation of net cost benefit, preparation of environmental management plans to reduce the impacts to the minimum. ഇത്രയൊക്കെ ഇമ്പാക്ട്സ് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ പ്രോജക്റ്റ് വന്നു കഴിയുമ്പം ബെനിഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ പ്രോജക്റ്റുമായിട്ട് മുന്നോട്ട് പോകുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? എൻവയോൺമെന്റൽ മാനേജ്മെന്റ് പ്ലാൻസ് പുട്ട് ഫോർവേഡ് ചെയ്തിട്ട് ആ വരുന്ന ഇമ്പാക്ട്സിനെ മിനിമൈസ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കും. Quantitative estimation of financial cost of monitoring plan and the mitigation measures. അപ്പോൾ നമ്മൾ ഈ മോണിറ്ററിംഗ് പ്ലാൻ ചെയ്യാനും ഈ മിറ്റിഗേഷൻ മെഷേഴ്സ് സജസ്റ്റ് ചെയ്യാനും ഒക്കെ ഒരുപാട് ഫിനാൻഷ്യൽ കോസ്റ്റ് വരും. അത് എത്ര വരുന്നു എന്നുള്ളത് നമ്മൾ എസ്റ്റിമേറ്റ് എടുക്കുന്നു. അതിനുശേഷം എൻവയോൺമെന്റൽ മാനേജ്മെന്റ് പ്ലാൻസ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് ആ ഇമ്പാക്ട്സിനെ എല്ലാം മിനിമം ആക്കാനായിട്ട് ശ്രമിക്കുന്നു. ഇതൊക്കെയാണ് താഴോട്ട് നമ്മൾ പറയുന്നതാണ് EIA-യുടെ സ്റ്റെപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പാണ് സ്ക്രീനിങ്. The project plan is screened for scale of investment, location and type of development and if the project needs statutory clearance. അപ്പം സ്ക്രീനിങ് സ്റ്റേജിൽ നമ്മൾ മെയിൻ ആയിട്ട് നോക്കുന്നത് നമ്മുടെ പ്രോജക്റ്റിന് എൻവയോൺമെന്റൽ ക്ലിയറൻസ് അല്ലെങ്കിൽ EIA സ്റ്റഡി ആവശ്യമാണോ അല്ലേ എന്നുള്ളതാണ് നമ്മൾ സ്ക്രീനിങ്ങിൽ നോക്കുന്നത്. അപ്പം ഈ എൻവയോൺമെന്റൽ ഇമ്പാക്റ്റ് സ്റ്റഡി നമ്മൾ ചെയ്യുന്നതനുസരിച്ച് അല്ലെങ്കിൽ ഇമ്പാക്റ്റ് നമ്മുടെ പ്രോജക്റ്റ് ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് അനുസരിച്ച് പ്രോജക്ട്സിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. കാറ്റഗറി എ പ്രോജക്റ്റും കാറ്റഗറി ബി ആയിട്ട്. അതിൽ കാറ്റഗറി എ പ്രോജക്ട്സ്
ആണെന്നുണ്ടെങ്കിൽ എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് കമ്പൽസറി ആയിട്ടും ചെയ്തിരിക്കണം. ഇതിൽ B1 ഉണ്ട്, B2 ഉണ്ട്. അതിൽ B1 EIA സ്റ്റഡി വേണം, പക്ഷേ B2 ആണെന്നുണ്ടെങ്കിൽ നോട്ട് റിക്വയർഡ് ആണ്, EIA സ്റ്റഡി വേണ്ട. അപ്പം സ്ക്രീനിങ്ങിൽ നമ്മൾ നോക്കുന്നത് നമ്മുടെ പ്രോജക്റ്റിന് EIA സ്റ്റഡി വേണോ വേണ്ടേ അതിൻ്റെ ആവശ്യകതയെ പറ്റിയാണ് നമ്മൾ നോക്കുന്നത്. സ്കോപ്പിംഗിൽ ദ പ്രോജക്ട്സ്, പൊട്ടൻഷ്യൽ ഇമ്പാക്ട്സ്, സോൺ ഓഫ് ഇമ്പാക്ട്സ്, മിറ്റിഗേഷൻ പോസിബിലിറ്റീസ് ആൻഡ് നീഡ് ഫോർ മോണിറ്ററിംഗ്. EIA ഏജൻസി ഹാസ് ടു ഫോളോ ദ പബ്ലിഷ്ഡ് ഗൈഡ്ലൈൻസ് ബൈ ദ മിനിസ്ട്രി ഓഫ് എൻവയോൺമെൻറ്റ് ആൻഡ് ഫോറസ്റ്റ് ഓഫ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. അപ്പോൾ സ്കോപ്പിംഗ് സ്റ്റേജിനകത്ത് നമ്മൾ നോക്കുന്നത് അവിടുത്തെ ഓരോ ഫാക്ടേഴ്സും, എൻവയോൺമെൻറ്റിൻ്റെ ഓരോ ഫാക്ടേഴ്സും ആണ് നമ്മൾ നോക്കുന്നത്. നമ്മുടെ പ്രോജക്റ്റ് വരുന്നത് പ്രകാരം അതിൻ്റെ എൻവയോൺമെൻറ്റിലെ ഓരോ ഫാക്ടേഴ്സിനെയും എങ്ങനെയൊക്കെ ബാധിക്കുന്നു, ഓരോന്നിനെയും നമ്മൾ എങ്ങനെയൊക്കെ മോണിറ്റർ ചെയ്യണം. അവിടെ ഇപ്പോൾ ഏതെങ്കിലും റിസോഴ്സസ് ഷോർട്ടേജ് ആണെന്നുണ്ടെങ്കിൽ, അതിനെ ബാധിക്കുന്ന പ്രോജക്റ്റ് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ എന്തൊക്കെ മെത്തേഡ്സ് യൂസ് ചെയ്ത് അതിനെ റെഡ്യൂസ് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സ്കോപ്പിങ്ങിൽ നോക്കുന്നത്. അപ്പോൾ അവിടുത്തെ ഏതെങ്കിലും നാച്ചുറൽ റിസോഴ്സ് ഡിപ്ലീഷൻ സ്റ്റേജിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രോജക്റ്റ് വരുമ്പം പിന്നെയും അതിനെ യൂസ് ചെയ്താണ് നമ്മുടെ പ്രോജക്റ്റിൻ്റെ ഓപ്പറേഷൻ വരുന്നതെന്നുണ്ടെങ്കിൽ ഓൾട്ടർനേറ്റീവ് മെത്തേഡ്സ് സജസ്റ്റ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് സ്കോപ്പിങ്ങിൽ ചെയ്യുന്നത്. അപ്പോൾ EIA ഏജൻസി നമ്മുടെ മിനിസ്ട്രി ഓഫ് എൻവയോൺമെൻറ്റ് ആൻഡ് ഫോറസ്റ്റ് കുറേ ഗൈഡ് ലൈൻസ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അത് പ്രകാരം ഈ ഏജൻസി ഈ എല്ലാ മിറ്റിഗേഷൻ പോസിബിലിറ്റീസും ഈ മോണിറ്ററിങ്ങും ഒക്കെ ക്യാരി ഔട്ട് ചെയ്യും. ഇനി കളക്ഷൻ ഓഫ് ബേസ് ലൈൻ ഡാറ്റ, അതായത് നമ്മുടെ പ്രസൻ്റ്ലി അവിടെയുള്ള എൻവയോൺമെൻറ്റിൻ്റെ കണ്ടീഷൻസിനെ പറ്റിയെല്ലാം നമ്മൾ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യും. ഇമ്പാക്റ്റ് പ്രഡിക്ഷൻ, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്, റിവേഴ്സിബിൾ ആൻഡ് ഇറിവേഴ്സിബിൾ, ടെമ്പററി ആൻഡ് പെർമനന്റ് ഇമ്പാക്ട്സ് നീഡ് ടു ബി പ്രഡിക്റ്റഡ് which presupposes a good understanding of the project by the assessment agency. അവിടെ വരുന്ന ഇമ്പാക്റ്റ്, നമ്മുടെ പ്രോജക്റ്റ് വരുന്നത് വഴി ആ എൻവയോൺമെൻറ്റിൽ ഉണ്ടാകുന്ന എല്ലാ രീതിയിലുള്ള ഇമ്പാക്റ്റും നമ്മൾ പ്രഡിക്റ്റ് ചെയ്യുന്നു. മിറ്റിഗേഷൻ മെഷേഴ്സ് ആൻഡ് EIA report. EIA report should include actions and steps for preventing, minimizing or bypassing the impacts or else the level of compensation for probable environmental damage or loss. അപ്പോൾ ഇമ്പാക്റ്റിനെ റെഡ്യൂസ് ചെയ്യാനായിട്ടുള്ള മിറ്റിഗേഷൻ മെഷേഴ്സ് ഈ റിപ്പോർട്ടിനകത്ത് അവർ സജസ്റ്റ് ചെയ്യുന്നു. പിന്നെ പബ്ലിക് ഹിയറിംഗ് നമ്മൾ കൊടുക്കും. അതായത് ഓൺ കംപ്ലീഷൻ ഓഫ് ദ EIA റിപ്പോർട്ട്, പബ്ലിക് ആൻഡ് എൻവയോൺമെൻറ്റൽ ഗ്രൂപ്പ്സ് ലിവിംഗ് ക്ലോസ് ടു പ്രോജക്ട് സൈറ്റ് മേ ബി ഇൻഫോംഡ് ആൻഡ് കൺസൾട്ടഡ്. ഒരു പ്രോജക്റ്റ് വരുമ്പോൾ അതിനെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഈ പ്രോജക്റ്റ് പ്രപ്പോസ് ചെയ്യുന്ന ആൾക്കോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിനോ ഒന്നും ആയിരിക്കില്ല. ആ ഒരു പ്രോജക്റ്റിന് ചുറ്റുപാടുമായിട്ട് ജീവിക്കുന്ന ആൾക്കാർക്ക് മാത്രമാണ് അതിൻ്റെ ഇമ്പാക്റ്റ് വരുന്നത്. അപ്പം അവരെ ഈ ഒരു പ്രോസസ്സിൽ ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ആവശ്യമായിട്ടുള്ള കാര്യം. അപ്പം വൺസ് ആ ഒരു EIA റിപ്പോർട്ട് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് പബ്ലിക് ഹിയറിങ്ങിനായിട്ട് ആ ചുറ്റുപാടുമുള്ള ആൾക്കാരെയൊക്കെ വിളിച്ച് അവരുടെ ഒപ്പീനിയൻസ് ഒക്കെ അവരുടെ ഒപ്പീനിയൻസും സജഷൻസും എല്ലാം ആരായും. ഇനി ഡിസിഷൻ മേക്കിംഗ്, ഇമ്പാക്റ്റ് അസസ്മെന്റ് അതോറിറ്റി along with the experts consult the project in charge along with consultant to take the final decision keeping in mind EIA and EMP. അപ്പം ഈ എല്ലാ സ്റ്റേജസും കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ അതോറിറ്റി ഫൈനൽ ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് എക്സ്പേർട്സിനെ കൺസൾട്ട് ചെയ്യും. എന്നിട്ട് അവർ ഈ മാനേജ്മെൻറ്റ് പ്ലാൻസ് എല്ലാം സജസ്റ്റ് ചെയ്യുന്നു. വൺസ് ആ ഒരു ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് ഈ പ്രോജക്റ്റിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ സ്റ്റേജിലുള്ള വേരിയസ് ഫേസസിനെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും. അതായത് നമ്മൾ റിപ്പോർട്ടിനകത്ത് പറഞ്ഞ പ്രകാരം പ്രോപ്പറായിട്ടുള്ള മെഷേഴ്സ് സ്വീകരിച്ചിട്ടാണോ ഇവർ ഈ പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് എന്നുള്ളതെല്ലാം നോക്കിക്കൊണ്ടിരിക്കും. റിസ്ക് അസസ്മെൻറ്റ്, ഇൻവെൻട്രി അനാലിസിസ് ആൻഡ് ഹസാർഡ് പ്രോബബിലിറ്റി ആൻഡ് ഇൻഡെക്സ് ഓൾസോ ഫോം പാർട്ട് ഓഫ് EIA പ്രൊസീജിയേഴ്സ്. അപ്പം ഈ ഹസാർഡ് വരാനുള്ള പ്രോബബിലിറ്റിയും അതിൻ്റെ അനാലിസിസും ഒക്കെ ഈ ഒരു EIA പ്രൊസീജിയറിൻ്റെ ഭാഗമാണ്. ഇനി കമ്പോസിഷൻ ഓഫ് ദ എക്സ്പേർട്ട് കമ്മിറ്റീസ് ഫോർ EIA കമ്മിറ്റിയിൽ ആരൊക്കെയാണ് വരുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ്ലി എക്കോസിസ്റ്റം മാനേജ്മെന്റ്, എയർ വാട്ടർ പൊല്യൂഷൻ കൺട്രോൾ, വാട്ടർ റിസോഴ്സ് മാനേജ്മെന്റ്, ഫ്ലോറ ഫൗണ കൺസർവേഷൻ ആൻഡ് മാനേജ്മെന്റ്, ലാൻഡ് യൂസ് പ്ലാനിംഗ്, സോഷ്യൽ സയൻസസ് ഓർ റിഹാബിലിറ്റേഷൻ, പ്രോജക്ട് അപ്രൈസൽ, എക്കോളജി, എൻവയോൺമെന്റൽ ഹെൽത്ത്, സബ്ജക്ട് ഏരിയ സ്പെഷ്യലിസ്റ്റ്, റെപ്രസെന്റേറ്റീവ്സ് ഓഫ് NGOs ഓർ പേഴ്സൺസ് കൺസേൺഡ് വിത്ത് എൻവയോൺമെന്റൽ ഇഷ്യൂസ്. പിന്നെ വരുന്നത് ചെയർമാൻ ആണ്. അയാളാണ് outstanding and experienced ecologist അല്ലെങ്കിൽ environmentalist or technical professional with wide managerial experience in the relevant development. അത്രയും ക്വാളിഫിക്കേഷൻ ഉള്ള ഒരാളായിരിക്കും അതിൻ്റെ ചെയർമാൻ. പിന്നെ അതിൽ ആര് വരുന്നു? റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ഇമ്പാക്ട് അസസ്മെന്റ് ഏജൻസി, അദ്ദേഹമായിരിക്കും അതിൻ്റെ മെമ്പർ സെക്രട്ടറി. ചെയർമാൻ ആൻഡ് മെമ്പേഴ്സ് വിൽ സെർവ് ഇൻ their individual capacities except those specifically nominated as representatives. ആ മെമ്പർഷിപ്പ് കമ്മിറ്റിയുടെ മെമ്പേഴ്സ് 15 പേരായിരിക്കും, അതിൽ കൂടാൻ പാടില്ല. അപ്പം 15 പേരടങ്ങുന്ന ഒരു കമ്മിറ്റി ആയിരിക്കും EIAക്ക് വേണ്ടിയിട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്.
Environmental appraisal procedure in India എങ്ങനെയാണ്? Appraisal committee constituted by Ministry of Environment and Forest to scrutinize the project. എല്ലാം സെയിം പ്രൊസീജിയേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ്ലി മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ് ആൻഡ് ഫോറസ്റ്റ് ഒരു കമ്മിറ്റി രൂപീകരിക്കും നമ്മുടെ ആ പ്രോജക്റ്റിനെ പറ്റി പ്രോപ്പറായിട്ട് സ്ക്രൂട്ടിനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ആ പ്രോജക്റ്റ് എന്തൊക്കെ ഇമ്പാക്റ്റ് കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളത് നമ്മൾ അതോറിറ്റീസിൻ്റെ മുന്നാകെയായിട്ട് റിപ്പോർട്ട് സമർപ്പിക്കണം. അതിനുശേഷം എൻവയോൺമെന്റൽ ക്ലിയറൻസ് ആ ഒരു ടീമിന് നമ്മൾ കൊടുക്കുന്നു. കോസ്റ്റൽ സോൺ മാനേജ്മെന്റ് പ്ലാൻസ് ആർ പ്രിപ്പയർഡ് ബൈ ആരാണ്? കോസ്റ്റൽ സ്റ്റേറ്റ് ഓർ യൂണിയൻ ടെറിട്ടറീസ് ആസ് പെർ റൂൾസ് സെറ്റ് ബൈ CRZ നോട്ടിഫിക്കേഷൻ 2019. അപ്പം കോസ്റ്റൽ അവിടുത്തെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോസ്റ്റൽ ഏരിയയിൽ ഉള്ള ഡെവലപ്മെന്റ് പ്രോജക്ട്സിനൊക്കെ ഒരുപാട് റൂൾസ് ഉണ്ട്. അതെല്ലാം CRZ നോട്ടിഫിക്കേഷൻ 2019 പ്രകാരമാണ് നമ്മൾ നോക്കി ചെയ്യുന്നത്. This is prepared based on identification and categorization of coastal areas for different activities and then submitted to the MOEF for approval. ഓരോ ഏരിയയിലും ഏതൊക്കെ ആക്ടിവിറ്റീസ് ആണ് അലൗഡ് ആയിട്ടുള്ളതെന്നുണ്ട്. അപ്പം അത് പ്രകാരം ഒക്കെ ആണോ നമ്മുടെ ഈ പ്രോജക്റ്റ് വരുന്നത് എന്നുള്ളത് അനലൈസ് ചെയ്തതിന് ശേഷം മിനിസ്ട്രിക്ക് മുന്നാകെയായിട്ട് അപ്രൂവലിന് വേണ്ടിയിട്ട് റിപ്പോർട്ട് കൊടുക്കും. The ministry then forms a task force for examining their plans. Sometimes one or more natural resources become limiting source in a given region and that restrict the scope of developmental portfolios. അപ്പം ഏതെങ്കിലും ഒരു നാച്ചുറൽ റിസോഴ്സസ് ലിമിറ്റിംഗ് ആണ് ഒരു റീജിയൻ എന്നുണ്ടെങ്കിൽ അവിടുത്തെ ഡെവലപ്മെന്റിന്റെ സ്കോപ്പ് കുറവാണ്. MOEF has been sponsoring carrying capacity studies for different regions. EIA-യിലെ മെയിൻ പാർട്ടിസിപ്പൻസ് ആരൊക്കെയാണ്? ഫസ്റ്റ്ലി ഈ പ്രോജക്റ്റ് പുട്ട് ഫോർവേഡ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രപ്പോസ് ചെയ്യുന്ന ആള് ഒരു എൻവയോൺമെന്റൽ കൺസൾട്ടന്റ് ഉണ്ടാകും. അദ്ദേഹമായിരിക്കും പ്രോജക്റ്റ് പ്രപ്പോസ് ചെയ്യുന്ന ആൾക്ക് വേണ്ടിയിട്ട് EIA സ്റ്റഡി കൺസിഡർ ചെയ്യുന്നത്. പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് സ്റ്റേറ്റ് അല്ലെങ്കിൽ നാഷണൽ. പിന്നെ പബ്ലിക് ഹാസ് ദ റൈറ്റ് ടു എക്സ്പ്രസ് ദിയർ ഒപ്പീനിയൻ. ഇമ്പാക്ട് അസസ്മെന്റ് ഏജൻസി ഉണ്ടാകും. റീജിയണൽ സെന്റർ ഓഫ് ദ മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ് ആൻഡ് ഫോറസ്റ്റ്. അപ്പോൾ ഇവരൊക്കെയാണ് മെയിൻ പാർട്ടിസിപ്പൻസ് ഓഫ് EIA. ഫസ്റ്റ്ലി പ്രോജക്റ്റ് പ്രപ്പോസ് ചെയ്യുന്ന ആളുണ്ടാകും. പിന്നെ അദ്ദേഹത്തിന് വേണ്ടി EIA സ്റ്റഡി ചെയ്യുന്ന ഒരാളുണ്ടാകും. പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഉണ്ട്, പബ്ലിക് ഉണ്ട്, ഇമ്പാക്ട് അസസ്മെന്റ് ഏജൻസി ഉണ്ട്, നമ്മുടെ MOEFന്റെ റീജിയണൽ സെന്റർ ഉണ്ട്. An effective EIA exercise is focused, time-bound, cost-effective and makes assessment understandable. The sole objective is to erase any situations of environmental damage during construction and implementation of the developmental project. അപ്പോൾ നമ്മൾ ഒരു ഡെവലപ്മെന്റൽ പ്രോജക്റ്റ് വരുന്നത് വഴി അല്ലെങ്കിൽ അതിൻ്റെ കൺസ്ട്രക്ഷൻ പീരീഡിലോ അല്ലെങ്കിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്തോ എന്തെങ്കിലും എൻവയോൺമെന്റൽ ഡാമേജ് വരുന്നുണ്ടെങ്കിൽ അതിനെ പ്രോപ്പറായിട്ട് ഇറേസ് ചെയ്യുക എന്നുള്ള ഒരു ഒബ്ജക്റ്റീവാണ് നമ്മുടെ EIA-ക്കുള്ളത്. It should also be kept in mind the general public and people in the local and neighborhood of the project. അപ്പോൾ നമ്മൾ EIA സ്റ്റഡി ചെയ്യുന്നത് വഴി എൻവയോൺമെന്റിന് എന്തെങ്കിലും ഡാമേജ് ഉണ്ടാകുന്നുണ്ടോ എന്ന് മാത്രമല്ല നമ്മൾ നോക്കുന്നത്. ആ ഒരു പ്രോജക്റ്റ് വരുമ്പം അതിൻ്റെ ലൊക്കാലിറ്റിയിൽ അല്ലെങ്കിൽ അതിൻ്റെ നൈബർഹുഡിൽ വരുന്ന ആൾക്കാരെ എങ്ങനെയൊക്കെ ആ പ്രോജക്റ്റ് ബാധിക്കുന്നു എന്നുള്ളത് കൂടി നമ്മൾ നോക്കിയിട്ടാണ് എൻവയോൺമെന്റൽ ഇമ്പാക്ട് സ്റ്റഡി നമ്മൾ ചെയ്യുന്നത്. ഇനി ഓരോ എൻവയോൺമെന്റൽ ഇമ്പാക്ട് സ്റ്റഡി ചെയ്യാനായിട്ട് ഓരോ മെത്തഡോളജീസ് ഉണ്ട്. അത് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടില്ല. നമുക്ക് വരുന്ന ക്ലാസ്സിൽ അതിൻ്റെ ആ മെത്തഡോളജീസ് ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കാം. താങ്ക് യു.